ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJ's ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പ്രിൻസിപ്പൽ ഇപ്പോൾ സച്ചിയെക്കുറിച്ച് പേരൻസിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സച്ചി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. സച്ചിയുടെ ഭാര്യയും മകളെയും 7 വർഷം മുൻപ് കാണാതായതാണ്. ഇത്രയും വർഷമായിട്ടും അവരെയാണ് സച്ചി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം ഭാര്യയെ ജീവന തുല്യം സ്നേഹിച്ച ഈ മനുഷ്യന് അവരെ മറക്കാൻ സാധിച്ചിട്ടില്ല. തൻ്റെ മുന്നിൽ കാണുന്ന സ്ത്രീകളിലും കുഞ്ഞുങ്ങളിലും സച്ചി അവരെയാണ് അന്വേഷിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പ്രിൻസിപ്പൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആവണിയും പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അർച്ചന ആൻറ്റിയും സാക്ഷിമോളും ആണെന്ന് കരുതിയാണ് അങ്കിൾ നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. ഇത് കേട്ട പേരൻസ് പറയുന്നുണ്ട്, കുഴപ്പമില്ല മാഡം, ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല. അങ്ങനെ സച്ചിയും അവരോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ ഇപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി, ഭാര്യയും കുഞ്ഞിനെയും നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും പൊതുസ്ഥലങ്ങളിൽ ഇങ്ങനെ പെരുമാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ എല്ലാവർക്കും അത് മനസ്സിലായിന്ന് വരില്ല. ഇതൊക്കെ കേട്ടു നിന്നിട്ട് അഞ്ജന മിസ് ഇപ്പോൾ പറയുന്നുണ്ട്, നാളെ ഇന്ദുവിൻ്റെ അമ്മുവിൻ്റെ യഥാർത്ഥ പേരൻസിനെ വരാൻ പറയണം. അത് ഞാൻ സംസാരിച്ചോളാം എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. അത് ഞാൻ പറയാമെന്ന് സച്ചിയും പറയുന്നുണ്ട്. അങ്കിളെ വാ എന്ന് പറഞ്ഞ് ആവണി സച്ചിയും കൂട്ടി പോവുകയാണ്. ഇപ്പോൾ അഞ്ജന മിസ് പ്രിൻസിപ്പലിനോട് പറയുന്നുണ്ട്, നാളെ പേരൻസ് എന്തായാലും വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകും. അദീനയുടെ അച്ഛൻ മന്മഥൻ സാർ ഭരിക്കുന്ന പാർട്ടിയുടെ MLA ആണ്, അറിയില്ലേ? അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ടീച്ചർ ക്ലാസ്സിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് ടീച്ചറിനെ പറഞ്ഞു വിടുകയാണ് പ്രിൻസിപ്പൽ. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ആവണി കുട്ടികളുടെ ചെവിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ നിന്നും എന്നെ ചീത്ത കേൾപ്പിച്ചേ അടങ്ങൂ അല്ലേ? ആ പെണ്ണിൻ്റെ മുഖത്തിനിട്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ആവണി ചോദിക്കുമ്പോൾ ചിപ്പിമോള് പറയുന്നുണ്ട്, ആൻറ്റി, ഞാനാണ് ആദ്യം ഇടിച്ചത്. അല്ല, ഞാനാ ഇടിച്ചത് എന്ന് അമ്മുവും ഇന്ദുവും ഒക്കെ മാറി മാറി പറയുന്നു. സോറി ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട് 3 പേരും. നീ എന്താ ഒന്നും മിണ്ടാത്തത്? പ്രിൻസിപ്പൽ ചോദിച്ചപ്പോഴും ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. കുസൃതി കൂടുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇന്ദു. കാരണം ഒന്നും കേൾക്കാതിരിക്കാൻ ചെവിയിൽ പഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഓടിപ്പോകുന്നു. അങ്ങനെ അവർ 3 പേരും അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട്. ശേഷം ഇപ്പോൾ സച്ചിയെ കാണിക്കുന്നുണ്ട്. സച്ചിയുടെ ഫ്രണ്ടായ ആ ടാക്സിക്കാരൻ ഇപ്പോൾ പറയുന്നു, വയറ് നിറച്ച് കിട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ കിട്ടി, അതിന് നീ അകത്തേക്ക് വരാഞ്ഞത് എന്തായിരുന്നു എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഞാനെന്തിനാ വരുന്നത്? അതിന് നീയല്ലേ ആ പെണ്ണുപിള്ളയുടെ കയ്യിൽ കയറി പിടിച്ചത്. എന്തായാലും നാണക്കേടായിപ്പോയി എന്ന് സച്ചി പറയുമ്പോൾ ആ ഡ്രൈവർ പറയുന്നുണ്ട്, നീ കാരണം എടുക്കാവുന്ന നാണക്കേട് മുഴുവനും ഞാൻ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട്. ഇനി ആ പ്രിൻസിപ്പൽ പെണ്ണുമ്പിളയുടെ വായിലിരിക്കുന്നതും കൂടി ഞാൻ എന്തിനാ കേൾക്കുന്നത്? നല്ലതാ, പുറത്തുനിന്ന് ആവശ്യത്തിന് കിട്ടുന്നുണ്ടല്ലോ. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, അതിന് നീ എന്തിനാ വിഷമിക്കുന്നത്? നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ വിധിയുണ്ടെങ്കിൽ വന്നിരിക്കും എന്ന് പറയുന്നു. സച്ചി എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ മോള് വളർന്ന് വലുതായി കാണും, അമ്മുക്കുട്ടിയെയും ഇന്ദുവിനെയും പോലെ. ഇപ്പോൾ അവളുടെ രൂപം എന്തായിരിക്കും എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. സുന്ദരിയായിരിക്കും, അല്ലാതെ എന്താവാനാ എന്നൊക്കെ ആ കൂട്ടുകാരൻ പറയുന്നു. ഈ സമയം ഇപ്പോൾ ആ 3 കുട്ടികളും മറ്റു കുട്ടികളെ എങ്ങനെയാണ് അവരിൽ നിന്നും ജയിക്കേണ്ടത് എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂട്ടുകെട്ട് ആർക്കും തകർക്കാൻ സാധിക്കില്ല, നമ്മൾ ഒറ്റക്കെട്ടായിരിക്കും എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം ഇപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, എനിക്ക് കാഞ്ഞിരംപാറയ്ക്ക് ഒരു ഓട്ടമുണ്ട്, ഞാൻ പോയിട്ട് വരാം. പിന്നെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചാൽ തല്ലുകൊള്ളാൻ ഞാനിവിടെ ഇല്ല എന്ന് ഓർക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ആ കൂട്ടുകാരൻ അവിടെ നിന്നും ഓട്ടത്തിനായി പോകുന്നു. ഈ സമയം ഇപ്പോൾ തൻ്റെ കുഞ്ഞിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് സച്ചി. അങ്ങനെ ഇപ്പോൾ അവിടേക്ക് ഒരു കാറ് വന്ന് നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്നും ഒരു അച്ഛനും മകളും ഇറങ്ങിയിരിക്കുന്നു. ആ മകൾ ഇപ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ, ഇതാണോ എൻ്റെ സ്കൂള്? ഉടനെ അച്ഛൻ പറയുന്നുണ്ട്, നമുക്കാദ്യം പ്രിൻസിപ്പലിനെ കാണാം എന്ന് പറഞ്ഞ് അവർ 2 പേരും ഇപ്പോൾ നടക്കുകയാണ്. കുട്ടിയുടെ പേര് ഗൗരി. അച്ഛനും മോളും അവിടെ ഇരിക്കുന്നുണ്ട്. ടീച്ചറിൻ്റെ പേരെന്താ എന്നാ ഗൗരി ചോദിക്കുമ്പോൾ ആവണി എന്ന് ആവണി പറയുന്നുണ്ട്. ഇനി ഈ ടീച്ചറിൻ്റെ ക്ലാസ്സിലാണ് മോള് പഠിക്കാൻ പോകുന്നത് എന്ന് പ്രിൻസിപ്പൽ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പഠിക്കാൻ മിടുക്കിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വേറെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മോൾ അത്യാവശ്യം കുറച്ചൊക്കെ പാടും, പിന്നെ സ്പോർട്സും ഉണ്ട്.
ഇടയ്ക്ക് വരയ്ക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എല്ലാം അറിയാം. ഗൗരിമോള് ഒരു പാട്ട് പാടി തരുമോ? ചുമ്മാ കേൾക്കാനാണ് എന്ന് ആവണി പറയുന്നു. അച്ഛനെ നോക്കണ്ട, പാടിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഗൗരി ഒരു പാട്ട് പാടി കൊടുക്കുന്നുണ്ട്. ആവണി ഗൗരിയെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഇപ്പോൾ ഗൗരിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആവണി. ഇതാണ് ഗൗരി. നിങ്ങളുടെ കൂടെ ഈ ക്ലാസ്സിൽ ഇനി തൊട്ട് ഗൗരിയും പഠിക്കാൻ കാണും. എല്ലാവരും ഗൗരിക്ക് ഒരു ക്ലാപ്പ് കൊടുത്തേ എന്നൊക്കെ ആവണി പറയുന്നു. അങ്ങനെ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ 3 പേരുടെയും കൂട്ടത്തിലാണ് ഇപ്പോൾ ഗൗരിയെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. എന്നിട്ട് ആവണി പറയുന്നുണ്ട്, ഇതാണ് ഇനി മോളുടെ സീറ്റെന്ന്. പ്രിൻസിപ്പൾ ഇപ്പോൾ ഗൗരിയുടെ അമ്മയെക്കുറിച്ച് അച്ഛനോട് തിരക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, വൈഫ് ഹൗസ് വൈഫാണെന്ന് പറയുന്നുണ്ട്. വൈഫും കൂടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്ന് പ്രിൻസിപ്പൾ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വരണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ ചെറിയൊരു തലവേദന, കുറച്ച് ദിവസമായി ഷിഫ്റ്റിങ്ങും മറ്റുമൊക്കെ ആയിട്ട് കുറച്ച് പ്രയാസമായിരുന്നു. എല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെച്ചപ്പോൾ ഡസ്റ്റ് അലർജിയായി. അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് വരാതിരുന്നത്. ഇനി വരുമ്പോൾ തീർച്ചയായും കൊണ്ടുവരാം എന്നൊക്കെ അദ്ദേഹം പ്രിൻസിപ്പളിനോട് പറയുന്നുണ്ട്. ഇവിടെ പല രീതിയിലുള്ള കുട്ടികളുണ്ട്. ചിലർക്ക് അച്ഛനെക്കുറിച്ചാണ് പരാതി, അച്ഛൻ ശ്രദ്ധിക്കുന്നില്ല, അച്ഛൻ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ. മറ്റു ചില കുട്ടികൾക്കാണെങ്കിലോ അമ്മയെക്കുറിച്ചാണ് പരാതി. അത് കൂടുതലും പെൺകുട്ടികൾക്കാണ്. ചിലരങ്ങനെയാണ്, സ്വന്തം മക്കളെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയമൊന്നും കാണില്ല എന്നൊക്കെ പ്രിൻസിപ്പൾ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ വൈഫ് അങ്ങനല്ല. മോളുടെ സ്റ്റഡീസിൻ്റെ മുഴുവൻ കാര്യങ്ങളും അവൾ തന്നെയാണ് നോക്കുന്നത്. എനിക്ക് അവിടെ ഒരു കാഴ്ചക്കാരൻ്റെ റോള് മാത്രമേ ഉള്ളൂ. അമ്മയും മകളും തമ്മിൽ നല്ല അറ്റാച്ച്മെൻ്റാണ്. മോൾ അവളുടെ ഒരു ചെറിയ കാര്യം പോലും അമ്മയുമായി ഷെയർ ചെയ്യും. ഞാൻ ഗസ്റ്റ് റൂമിലേക്ക് ഇരിക്കട്ടെ, സ്കൂൾ വിടുമ്പോൾ മോളെയും കൊണ്ടുപോവുകയും ചെയ്യാം എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, അത് വേണമെന്നില്ല, ഇപ്പോൾ സ്കൂൾ വിടും. അങ്ങനെ പ്രിൻസിപ്പൾ പറയുന്ന സമയത്ത് തന്നെ ബെല്ലടിച്ചു. അടുത്ത തവണ വരുമ്പോൾ വൈഫിനെ കൂട്ടിക്കൊണ്ട് വരണം, എനിക്ക് പരിചയപ്പെടണമെന്നുണ്ട് എന്നൊക്കെ പ്രിൻസിപ്പൾ പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നു. ശേഷം ഇപ്പോൾ ആ 3 കുട്ടികൾ മറ്റു കുട്ടികളുമായി വഴക്കുണ്ടാക്കാനായി വരുന്നുണ്ട്. നീ നിൻ്റെ ഫാമിലി ലോക്കൽസാ, എന്തൊരു ഷെയിമാണ് നിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇന്ദുവിനോട് അവർ വഴക്കുണ്ടാക്കുകയാണ്. എന്നിട്ട് ചിപ്പിയോട് പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ടായിരുന്നപ്പോൾ നീ നല്ലതായിരുന്നു, ഇവരുടെ കൂടെ കൂടിയപ്പോൾ നീ വഷളായിപ്പോയി. നീ ഇവർക്ക് വേണ്ടി സംസാരിക്കാനായി വരരുത്. ഇവരുടെ അച്ഛൻ ലേഡീസിൻ്റെ കയ്യിൽ കയറി പിടിക്കാൻ നടക്കുന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ദു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഇടിച്ചു നിന്നെ ഞാൻ ശരിയാക്കും. നീ മിണ്ടാതിരിക്കുക, അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് മറ്റു കുട്ടികൾ പറയുന്ന. ഇനി നീ എൻ്റെ നേരെ എന്തെങ്കിലും പ്രശ്നത്തിന് വന്നാൽ നിന്നെ ഞാൻ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കും. ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും എന്ന് അദീന പറയുമ്പോൾ മറ്റു കുട്ടികൾ പറയുന്നുണ്ട്, നീ ചെന്ന് പറഞ്ഞു കൊടുക്ക്. നിൻ്റെ അമ്മ ഇനി ഒരിക്കലും കിട്ടില്ല, അവരെ എപ്പോഴേ ചത്ത് കാണും എന്നൊക്കെ അദീന പറയുന്നുണ്ട്. നീ എന്താടി പറഞ്ഞത് എന്ന് പറഞ്ഞ് അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ദുവൊക്കെ. ഡി എന്ന് പറഞ്ഞ് അടിക്കാൻ തുടങ്ങുമ്പോൾ ചിപ്പി അതിനിടയിൽ കയറി നിൽക്കുന്നുണ്ട്. ഇനി നീ ഇന്ദുവിനെ തൊട്ടാൽ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിന്നെ ഇടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഇപ്പോൾ ടീച്ചേഴ്സ് അതുവഴി പോകുന്നുണ്ട്. ഇത് കണ്ടവർ പറയുന്നു, നമുക്കിപ്പോൾ പോകാം, കണക്കൊക്കെ പിന്നെ തീർക്കാം എന്ന് പറഞ്ഞ് അദീനയും ടീമും അവിടെ നിന്ന് പോകുന്നു. അവൾക്ക് രാവിലെ കിട്ടിയതൊന്ന് പോരാൻ തോന്നുന്നു, നീ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ചിപ്പി അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇന്ദു ആണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അച്ഛൻ ഇപ്പോഴും അമ്മയെ തിരക്കി നടക്കുകയാണ്. അത് കാരണം അച്ഛൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കും, ഇതിപ്പോൾ ഈ സ്കൂൾ മൊത്തം അറിഞ്ഞു കാണും എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്തോ. അപ്പോൾ ചിപ്പി പറയുന്നുണ്ട്, നിനക്ക് അമ്മയെ തിരിച്ചു കിട്ടും, വേണമെങ്കിൽ ഞാനും സഹായിക്കാം എന്നൊക്കെ ചിപ്പി. നീ എങ്ങനെ സഹായിക്കും എന്ന് അമ്മു ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് പറയാം, എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് വലിയ വലിയ ആൾക്കാരെ അറിയാം, അമ്മ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് ചിപ്പി. എന്നിട്ട് അവരെ 2 പേരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഗൗരി അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് ചെന്ന് ചോദിക്കുന്നു, ഹലോ ഗൗരി, എന്താ ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ അച്ഛനെ കാത്തിരിക്കുകയാണെന്ന് ഗൗരി അവരോട് പറയുന്നു. ആ കുട്ടി എന്തിനാ നിങ്ങളോട് വഴക്കിടാൻ വന്നത് എന്ന് ഗൗരി ചോദിക്കുമ്പോൾ, അവൾ അങ്ങനെയാണ്, അവളാണ് 3 ഏഞ്ചൽസിൻ്റെ ഓപ്പോസിറ്റ് എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഗ്രൂപ്പിൻ്റെ പേരും അവരുടെ പേരുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയം ഇപ്പോൾ ഗൗരിയുടെ അച്ഛൻ അവിടേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇത്ര പെട്ടെന്ന് ഫ്രണ്ട്സൊക്കെ ആയോ എന്ന് ഗൗരിയുടെ അച്ഛൻ ചോദിക്കുന്നു. എന്താണ് പേര് എന്നൊക്കെ ഗൗരിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയത്താണ് ഇപ്പോൾ ചിപ്പിയുടെ ഡ്രൈവർ വന്നിരിക്കുന്നത്. അങ്ങനെ ചിപ്പിയെ കൂട്ടിക്കൊണ്ട് പോകുന്നു.
നിങ്ങൾ പോകുന്നത് എങ്ങനെയാ എന്ന് ഗൗരിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ആ, ഇന്ദു പറയുന്നുണ്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ അച്ഛൻ വരുമെന്ന്. ഈ സമയം ഇപ്പോൾ സച്ചി അവിടേക്ക് വന്നു. എന്നാൽ ഞങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞ് ഗൗരിയും കൂട്ടി അച്ഛൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഇന്ദുവിനെയും അമ്മുവിനെയും കൊണ്ടുപോകാൻ സച്ചിയും വന്നിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് കമലയാണ്. കമലയെ കാണാൻ കമലയുടെ വീട്ടിലേക്ക് ഒരാൾ വന്നിരിക്കുന്നു. ലോനപ്പൻ എന്നാണ് അയാളുടെ പേര്. അനൂപിനെ അന്വേഷിച്ചാണ് അയാൾ എത്തിയിരിക്കുന്നത്. കേസിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. വിധി ഉടനെ ഉണ്ടാകുമോ എന്നൊക്കെ അയാൾ അന്വേഷിക്കുന്നുണ്ട്. എന്തു പറയാനാ, നമ്മുടെ കേസ് നടത്തിക്കൊണ്ടിരുന്ന വക്കീൽ മരിച്ചുപോയി. ഇനിയിപ്പോൾ വേറെ ഒരു വക്കീലിനെ വെച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ശരിയാകും. അങ്ങനെ അനൂപ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ജീവിച്ചിരുന്ന കുടുംബങ്ങളാണ്. സേതുമാധവൻ സാർ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ലോനപ്പൻ പറയുന്നു. ഈ സമയം മീരയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സ്നേഹം തിരിച്ചു കാണിച്ചത് ലോനപ്പൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഒരു അത്യാവശ്യം വന്നപ്പോൾ പലിശ പോലും ഇല്ലാതെയല്ലേ 10 ലക്ഷം രൂപ തന്ന് സഹായിച്ചത്. ഞങ്ങളതൊന്നും മറക്കില്ല. ഇത്രയും വർഷമായിട്ടും അത് തിരിച്ചു ചോദിച്ചിട്ടില്ല എന്നൊക്കെ കമല പറയുന്നുണ്ട്. ആ കാര്യം പറയാനാണ് ഞാനിപ്പോൾ വന്നത്. മോളുടെ വിവാഹം തീരുമാനിച്ചു, അറിയാലോ. ഞാനൊരു സാധാരണക്കാരനാണ്. എൻ്റെ കയ്യിൽ അധികം സമ്പാദ്യമില്ല. 3 മാസത്തിനുള്ളിൽ വിവാഹം നടത്തണം. ആ പണം ഞാൻ ഇതിനു വേണ്ടി കരുതിയതായിരുന്നു എന്ന് ലോനപ്പൻ പറയുന്നുണ്ട്. ഇത് ഞാൻ അനൂപിനോട് പറഞ്ഞതായിരുന്നു. 1 മാസത്തിനുള്ളിൽ ശരിയാക്കി തരാം എന്നാണ് പറഞ്ഞത്. പറഞ്ഞ അവധിയൊക്കെ തെറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി സമയമില്ല. അടുത്ത മാസമാണ് മനസ്സമ്മതം. അതിനു മുമ്പ് ആ പണം എങ്ങനെയെങ്കിലും തിരിച്ചു തരാൻ പറയണം. ഒഴിവ് കഴിവൊന്നും പറയരുത്. ഈ പണം കിട്ടിയില്ലെങ്കിൽ മകളുടെ കല്യാണം മുടങ്ങും. എൻ്റെ മകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കല്യാണമാണ്. ആ പണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് വഴക്കൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യും എന്നൊക്കെ ലോനപ്പൻ പറയുന്നുണ്ട് അവരോട്. ലോനപ്പേട്ടൻ അതോർത്തൊന്നും വിഷമിക്കേണ്ട. അനൂപ് വരുമ്പോൾ ഞാനിതെല്ലാം പറയാം. ഞങ്ങൾ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് തരാം എന്നൊക്കെ കമല പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ വിശ്വസിച്ച് തിരിച്ചു പോവുകയാണ്, ചതിക്കരുത് എന്നൊക്കെ ലോനപ്പൻ പറയുന്നു. ലോനപ്പേട്ടൻ്റെ കാര്യം നമ്മളോട് പറഞ്ഞില്ലല്ലോ എന്ന് കമല മീരയോട് പറയുമ്പോൾ മീര പറയുന്നുണ്ട്, അതെങ്ങനെ പറയും? എല്ലാം ഒറ്റയ്ക്ക് അടക്കിപ്പിടിച്ച് നടക്കുന്നതല്ലേ സ്വഭാവം. ഇതുവരെ എന്നോട് പോലും ഈ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ മീര പറയുന്നു. വല്ല നിവർത്തിയുണ്ടായിരുന്നെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരില്ലായിരുന്നു. കല്യാണത്തിന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് മഹാപാപമായിരിക്കും എന്നൊക്കെ കമലയും മീരയും കൂടി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി ഇപ്പോൾ മക്കളുമായിട്ട് അവരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. മക്കൾക്ക് ട്രോഫി കിട്ടി. അതൊക്കെ അവരെ സന്തോഷത്തോടെ കാണിക്കുന്നുണ്ട്. കമല പറയുന്നുണ്ട് മക്കൾക്ക് വയറ് നിറച്ച് ആഹാരം കൊടുക്കുമെന്ന് പറഞ്ഞ് മീരയോട് പറയുന്നുണ്ട്. അങ്ങനെ മീര കുട്ടികളെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. സച്ചി ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്ന് ആതിരയും അനഘയും സ്നേഹയൊക്കെ കാണിക്കുന്നുണ്ട്. അവർ 3 പേരും അവിടേക്ക് വരുന്നു. എന്നിട്ട് സച്ചിയെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ സച്ചി അകത്തേക്ക് പോകാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയെങ്കിലും നിന്റെ വാശി അവസാനിപ്പിച്ചൂടെ എന്ന് കമല ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അർച്ചനയില്ലാതെ ഞാൻ ഈ പടി കയറില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇതേ സമയം ഇപ്പോൾ അർച്ചനയെ കാണിക്കുന്നുണ്ട്. അർച്ചന ഒരു വീണ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർച്ചനയുടെ മകൾ അമ്മയെന്ന് വിളിച്ച് അവിടേക്ക് ഓടി വരുന്നുണ്ട്. തിരിഞ്ഞു നോക്കുകയാണ് അർച്ചന. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.